ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഓപ്പറേഷൻ മഹാദേവ്. ഭീകരൻ സുലൈമാൻ ഷായെ വധിച്ചത് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ. ശ്രീനഗർ ഓപ്പറേഷൻ മഹാദേവ് ദൌത്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത സുലൈമാൻ ഷായെ വധിച്ചത് ദിവസങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമെന്ന വിവരം. സൈനിക നടപടിയിലൂടെ വധിച്ച 3 പേരും പാകിസ്ഥാൻ ഭീകരവാദികളാണ്. ഇവരിൽ നിന്നും AK-47, US നിർമ്മിത M4 കാർബൈൻ, റൈഫിളിൽ നിന്നും പ്രയോഗിക്കാവുന്ന 17 ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ മറ്റൊരു ആക്രമണത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഈ ആയുധശേഖരം സൂചിപ്പിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുല്യയുടേത് ആത്മഹത്യ. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ തുടങ്ങി. ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടേത് ആത്മഹത്യയെന്ന് ഫോറൻസിക് ഫലം. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഇല്ലെന്നും ശരീരത്തിലെ മുറിപ്പാടുകൾക്ക് പഴക്കമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹം നാളെ രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബന്ധുക്കൾ അറിയിച്ചു. മരണം നടന്ന 10 ദിവസം പൂർത്തിയാകുമ്പോഴാണ് അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നത്. മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും ഈ ക്രൂരതയിൽ ഭർത്താവ് സതീഷിന് പങ്കുണ്ടെന്നും കാണിച്ച് അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ലഭിച്ച ദൃശ്യങ്ങളും ഫോൺ ചാറ്റുകളുമെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഫോറൻസിക് ഫലം ഇത്രയും ദിവസം നീണ്ടതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആത്മഹത്യയാണെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഫോറൻസിക് ഫലം പുറത്തുവന്നത്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച ഉച്ചയോടെ ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കും. വൈകുന്നേരത്തോടെ എംബാമിംഗ് നടപടികളും പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ നാളെ രാത്രിയിൽ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. 15 മാസത്തിനിടെ അർജുൻ ശരീരഭാരം കുറച്ചു. അമ്പരിപ്പിക്കുന്ന രൂപമാറ്റം. ജീവിതചര്യ ഇങ്ങനെ. ബോളിവുഡ് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട താരമാണ് അർജുൻ കപൂർ. കുട്ടിക്കാലത്ത് അമിത ഭാരമുണ്ടായിരുന്ന അർജുൻ പിന്നീട് നടത്തിയ രൂപമാറ്റം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. 15 മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിട്ടായിരുന്നു അർജുൻ ശരീരഭാരം കുറച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാലയളവിൽ ഏകദേശം 50 കിലോ ശരീരഭാരം അർജുൻ കുറച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമിതഭാരമുള്ള കുട്ടിക്കാലത്തും നടക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊരു വ്യായാമമില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്നും ശരീരഭാരം കുറയ്ക്കേണ്ടി വരുമ്പോൾ പുറത്തിറങ്ങി നടക്കണമെന്ന് ഓർക്കാറുണ്ട്. ശാരീരികമായി സജീവമായിരിക്കുക. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് വെറുതെ ഇരുന്നിട്ട് ശരീരഭാരം കുറയുന്നില്ലെന്നും പരാതിപ്പെടരുതെന്നും അർജുൻ പറയുന്നു. കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പുള്ള നാട്ടിൽ ആർക്കും ആർക്കെതിരെയും എന്തും പറയാം. രാഹുൽ. CPM സൈബർ ഇടങ്ങളിൽ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ ഒരാശങ്കയുമില്ലെന്ന് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ മാസവും ഇത്തരത്തിൽ ഓരോന്ന് പടച്ചുവിടും. അതിനൊന്ന് പ്രതികരിച്ച ഇത്തരക്കാർ ഇടം നൽകരുതെന്ന് രാഹുൽ പറഞ്ഞു. കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പുള്ള നാട്ടിൽ ആർക്കും ആർക്കെതിരെയും എന്തും പറയാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും നന്നായിരിക്കില്ലെന്ന് CPM മനസ്സിലാക്കിയാൽ മതി. മുഖമില്ലാത്ത ആളുകളുടെ ആക്രമണത്തെ ഞാൻ എന്തിന് അഭിമുഖീകരിക്കണം? ആർക്കെതിരെയും പറയുവാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ രാഹുൽ പറഞ്ഞു. നിയമപരമായി പോകുവാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഇത്തരക്കാർ ആ വഴിക്ക് നീങ്ങട്ടെ. അതല്ലേ അതിന്റെ മാന്യതയെന്നും രാഹുൽ ചോദിച്ചു. താനും തന്റെ മണ്ഡലത്തിലുള്ളവരും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ മോദിയും ട്രംപും സംസാരിച്ചിട്ടില്ലെന്ന് ജയ്ശങ്കർ. പ്രതിപക്ഷ ബഹളം. പ്രകോപിതനായി ഷാ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. മുംബൈയിലെ 2 ആഡംബര അപ്പാർട്ട്മെന്റുകൾ വിറ്റ് അക്ഷയ് കുമാർ. 91% ലാഭം. ലഭിച്ചത് കോടികൾ. മുംബൈയിലെ 2 ആഡംബര അപ്പാർട്ട്മെന്റുകൾ വിറ്റ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ. ബോറിവല്ലി ഈസ്റ്റിലെ ഒരേ റെസിഡൻഷ്യൽ പ്രോജക്ടിൽ അടുത്തടുത്തായി ഉണ്ടായിരുന്ന 2 ഫ്ളാറ്റുകളാണ് താരം വിറ്റത്. 91% ലാഭം നേടി 7.10 കോടി രൂപയ്ക്കാണ് ഇവ വിറ്റത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സാംസങ് ടെസ്ല ഡീൽ. കാറുകൾക്ക് ചിപ്പ് നിർമ്മിക്കുവാൻ $16.5 ബില്യൺ കരാർ. സാംസങ് ഇലക്ട്രോണിക്സിൽ നിന്നും ചിപ്പുകൾ വാങ്ങുന്നതിനായി
$16.5 ബില്യൺ കരാറിൽ ഒപ്പുവച്ച US വാഹന നിർമ്മാതാക്കളായ ടെസ്ല കമ്പനി സിഇഒ ഇലോൺ മസ്ക് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സാംസങ്ങിന്റെ ടെക്സാസിലെ പുതിയ ഭീമൻ ഫാബ് ടെസ്ലയുടെ അടുത്ത തലമുറ A16 ചിപ്പ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കും. ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് എക്സിലെ പോസ്റ്റിൽ മസ്ക് പറഞ്ഞു. സാംസങ്ങിന്റെ ടെക്സാസിലെ ടൈലറിൽ വരാനിരിക്കുന്ന പ്ലാന്റിനെ കുറിച്ചാണ് മസ്ക് പരാമർശിക്കുന്നതെങ്കിൽ പ്രമുഖ ഉപഭോക്താക്കളെ നിലനിർത്തുവാനും നേടാനും സാംസങ് പാടുപെടുന്നതിൽ കാലതാമസം നേരിട്ട ഈ പദ്ധതിക്ക് ടെസ്ലയുമായുള്ള കരാർ പുതുജീവൻ നൽകിയേക്കാം. വാർത്തയ്ക്ക് പിന്നാലെ സാംസങ്ങിന്റെ ഓഹരികൾ 4% ഉയർന്നിട്ടുമുണ്ട്. ഹീത്രോ വിമാനത്താവളത്തിൽ ഹിന്ദി സംസാരിച്ച ജീവനക്കാർ ഇവരെ നാടുകടത്തണമെന്ന് ബ്രിട്ടീഷ് യുവതി. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലെ ജീവനക്കാർ ഹിന്ദി സംസാരിച്ചതിനെ വിമർശിച്ച് ബ്രിട്ടീഷ് യുവതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം ജീവനക്കാരെ ബ്രിട്ടീഷ് മണ്ണിൽ നിന്നും പുറത്താക്കണമെന്ന് യുവതി പറയുന്നു. ലൂസി വൈറ്റ് എന്ന ബ്രിട്ടീഷ് യുവതിയാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത്. ലണ്ടനിലെ വിമാനത്താവള ജീവനക്കാരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരും ഇന്ത്യക്കാരുമാണെന്ന് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും ഇവരോട് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വംശീയവാദിയായി മുദ്രകുത്തിയെന്നും ഇവർ കുറിച്ചു. വംശീയ കാർഡ് ഉപയോഗിച്ച് ഇവർ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇത്തരം ആളുകളെ നാട് കടത്തണമെന്നും യുവതി വ്യക്തമാക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.